തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലക്കേസിലാണ് പ്രതി കേഡൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്, ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചത്. വിധിയിൽ തൃപ്തരെന്നാണ് പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത്. വി വിനോദിലേക്ക്. വിനോദ്, അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രോസിക്യൂഷനും വിധിയിൽ തൃപ്തി രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഇവിടെ പരമാവധി ശിക്ഷ തൂക്കുകയർ വേണമെന്ന ആവശ്യം അപൂർവമായി കേസായി പരിഗണിക്കണമെന്ന ഒരു ആവശ്യം പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഏത് സാഹചര്യത്തിലാണിത് ജീവപര്യന്തം ശിക്ഷയായി കുറയുന്നത്? മാത്രമല്ല, ഇത് ഈ ശിക്ഷ എങ്ങനെ അനുഭവിക്കണം, ഇത്തരം കാര്യങ്ങളിൽ കോടതി ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ടോ? ടോം, ഇതിൽ പ്രോസിക്യൂഷൻ പറയുന്നത് ഒരു നിരാശാജനകമായ വിധിയല്ല. കാരണം ഈ വാദങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ജീവപര്യന്തം തടവ്. മാത്രമല്ല, ഇതിൽ ഏറ്റവും ഒരു മാതൃകാപരമായ വിധിയായി അവർ ചൂണ്ടിക്കാട്ടുന്നത് ആദ്യം ഈ വീട് കത്തിച്ചതിനും തെളിവ് നശിപ്പിച്ചതിനുമുള്ള ഏതാണ്ട് 12 വർഷത്തോളം വരുന്ന തടവ് ശിക്ഷ അത് അനുഭവിച്ചിട്ട് വേണം ജീവപര്യന്തം അനുഭവിക്കാൻ. അതായത് ആദ്യഘട്ടത്തിൽ അനുഭവിക്കേണ്ടത് മറ്റ് കുറ്റങ്ങൾക്കുള്ള ശിക്ഷയാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 26 വർഷത്തെ ശിക്ഷയെങ്കിലും ലഭിക്കും. മാത്രമല്ല, സർക്കാർ പിന്നീട് ഇക്കാര്യത്തിൽ ഇളവ് നൽകിയില്ലെങ്കിൽ ദീർഘകാലം കേഡൽ ജിൻസൺ രാജ ജയിലിൽ തുടരേണ്ട ആവശ്യകത ഉണ്ടാകും. ആ തരത്തിലായിരിക്കും പിന്നീടുള്ള കാര്യങ്ങൾ. കാരണം ഇതിൽ ഈ സ്വഭാവം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഈ മനസ്സിന് പരിവർത്തനമുണ്ടാകുക, ഇയാളുടെ സ്വഭാവ രീതിയിൽ മാറ്റമുണ്ടാകുക, ഇത്തരം കാര്യങ്ങളെല്ലാം ഇനി ജയിലിൽ നിന്ന് മോചിതനാകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെയും അപ്പീലിന് പോകാനുള്ള സാധ്യതയെക്കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ഇനി സംസാരിക്കും. പ്രോസിക്യൂട്ടർ പറഞ്ഞ കാര്യമാണ്, അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കും, പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവരുമായി സംസാരിക്കേണ്ടതുണ്ട്. മാത്രമല്ല, സർക്കാരിൻ്റെ ഇക്കാര്യത്തിൽ തീരുമാനം വരേണ്ടതുണ്ട്. ഇതെല്ലാം കൂടി പരിഗണിച്ചായിരിക്കും മേൽക്കോടതിയിലേക്ക് പോകുന്നതിൽ ഒരു തീരുമാനമുണ്ടാകുക. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് സുപ്രീം കോടതിയുടെ പല മാർഗനിർദ്ദേശങ്ങളുണ്ട്. എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് ഓഫ് ഡെത്ത് എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന തരത്തിലേക്ക് ഒരു ശിക്ഷ നൽകണമെങ്കിൽ ആ കേസിൽ കുറേ ക്രൈറ്റീരിയകളുണ്ട്. അതെല്ലാം പരിഗണിച്ച് മാത്രമേ ഒരു കോടതിക്ക് ആ തരത്തിലുള്ള ഉത്തരവിടാൻ കഴിയൂ. ആ കാര്യങ്ങളെല്ലാം സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ അങ്ങനെ ഒരു വധശിക്ഷയിലേക്ക് അല്ലെങ്കിൽ തൂക്കുകയറിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകൂ. ഇവിടെ പ്രതിഭാഗം പറഞ്ഞ കുറേ അധികം കാര്യങ്ങളുണ്ട്. പ്രായം ഒരു ഘടകമാണ്. മാത്രമല്ല, ഇതിന് കാരണമായ സംഭവം പഠനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തർക്കമാണ്. അതിൻ്റെ പേരിൽ ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാകുന്ന പ്രകോപനം, ആ നിലയ്ക്കൊക്കെ ഈ കേസിനെ വ്യാഖ്യാനിക്കാനും അല്ലെങ്കിൽ അങ്ങനെ സമീപിക്കേണ്ടിയും വരും. മാത്രമല്ല, ഇയാൾ പിന്നീട് ജയിലിനുള്ളിൽ കാണിച്ച ചെയ്തികൾ അത് സഹതടവുകാരുമായി പ്രശ്നമുണ്ടാക്കുന്നു, ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. മാത്രമല്ല, പ്രതിഭാഗം ഈ മാനസികാരോഗ്യ റിപ്പോർട്ടിനെ കുറിച്ച് ഉന്നയിച്ച ചില കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഇതിൽ ഘടകമായിട്ടുണ്ടാകും. പക്ഷേ പ്രോസിക്യൂഷൻ പറയുന്നത് അതൊന്നും തന്നെ മുഖവിലേക്ക് എടുത്തിരുന്നെങ്കിൽ ഇത്തരം ഒരു വിധിയിലേക്ക് കോടതി പോകുമായിരുന്നില്ല. ഉചിതമായ ഒരു ശിക്ഷ തന്നെയാണ് നൽകിയിട്ടുള്ളത്. പ്രോസിക്യൂഷൻ സംതൃപ്തി പ്രകടിപ്പിക്കുന്നു, അന്വേഷണ ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ സംതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതായിരുന്നാലും വളരെ പ്രമാദമായ ഒരു കേസിലാണ് ഇത്തരത്തിലൊരു വിധി വരുന്നത്. 2017 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. എന്നാൽ ഈ മാനസിക പ്രശ്നം ഉയർത്തിക്കാണിച്ചതുകൊണ്ട് തന്നെ കഴിഞ്ഞ നവംബർ വരെ ഇതിൻ്റെ വിചാരണ തുടങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ കേഡൽ ജയിലിൽ തുടരുന്ന സാഹചര്യമുണ്ട്. മറ്റൊന്ന്, ഈ 2017 മുതൽ ജയിലിൽ കഴിഞ്ഞ കാലഘട്ടമുണ്ട്. അത് ഈ ശിക്ഷാ കാലാവധിയായി പരിഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടി വരും. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന 8 വർഷം എന്നത് ഈ 26 നിന്ന് കുറവ് ചെയ്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം ഇപ്പോൾ തന്നെ ഈ വിചാരണ കാലാവധി അല്ലെങ്കിൽ വിചാരണ തടവുകാരനായി ജയിലിൽ കഴിഞ്ഞ കാലഘട്ടം പിന്നീട് ആ ശിക്ഷാ കാലാവധിയായി പരിഗണിക്കുന്നതാണ് രീതി. അങ്ങനെയെങ്കിൽ ഈ 8 വർഷത്തിൻ്റെ കുറവ് ഇപ്പോൾ പരമാവധി അല്ലെങ്കിൽ ഏറ്റവും മിനിമം, പരമാവധിയല്ല ഏറ്റവും കുറഞ്ഞത് 26 വർഷം എന്ന് കണക്കാക്കുന്നതിൽ ഈ 8 വർഷത്തിൻ്റെ കുറവുണ്ടാകും. എങ്കിൽ തന്നെയും കേഡൽ ജിൻസൺ രാജ ജയിലിൽ നിന്ന് പുറത്തു വരാനുള്ള സാഹചര്യങ്ങൾ കുറവാണ്. അവിടെ ആ സമയത്തുള്ള സർക്കാരിൻ്റെയൊക്കെ തന്നെ നിലപാടുകൾ, തീരുമാനങ്ങൾ നിർണായകമാകും. ഇതിൽ 15 ലക്ഷം രൂപയാണ് പിഴയായി ചുമത്തിയിട്ടുള്ളത്. ഓരോ കൊലപാതകത്തിനും 3 ലക്ഷം രൂപ പിഴ ചുമത്തിയിട്ടുണ്ട്. തെളിവ് നശിപ്പിച്ചതിനും അതോടൊപ്പം തന്നെ വീട് തീവച്ചതിനുമായുള്ള 3 ലക്ഷം രൂപയുടെ പിഴയുണ്ട്. അങ്ങനെ 12ഉം 3ഉം 15 ലക്ഷം രൂപ ആകെ പിഴ ശിക്ഷയായി വരുന്നു. ഈ 15 ലക്ഷം രൂപ പ്രതിയുടെ അമ്മാവനായ ജോസിന് നൽകണമെന്ന് കൂടി അഡീഷണൽ സെഷൻസ് കോടതി 6 ഇപ്പോൾ വിധിയായി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും കേരളം ഏറെക്കാലം ചർച്ച ചെയ്ത പ്രമാദമായൊരു കേസിലാണ് ഇത്തരമൊരു വിധി വരുന്നത്. ടോം, മാത്രമല്ല ഈ കേസിൻ്റെ നാൾ വഴികൾ കൂടി നമ്മളൊന്ന് പരിശോധിച്ചാൽ 2017 ഏപ്രിൽ 5-നാണ് ആദ്യത്തെ കൊലപാതകങ്ങൾ നടക്കുന്നത്. 3 കൊലപാതകങ്ങളാണ് അന്ന് ആ വീട്ടിൽ നടക്കുന്നത്. പ്രതി മാതാവിനെയും പിതാവിനെയും
സഹോദരിയെ കൊലപ്പെടുത്തുന്നു, തൊട്ടടുത്ത ദിവസം ബന്ധുവിനെ കൊലപ്പെടുത്തുന്നു. ഇതിനെല്ലാം കാരണമാകുന്നത് തനിക്ക് താല്പര്യമില്ലാത്ത വിഷയം പഠിപ്പിക്കാൻ ഉപരിപഠനത്തിന് വിദേശത്തേക്ക് അയച്ചു എന്ന ഒരൊറ്റ കാരണമാണ്. ഓസ്ട്രേലിയയിൽ പോയി തിരികെ വരികയായിരുന്നു. അതിനുശേഷമാണ് ഈ ഓൺലൈനിൽ കൊലപാതകത്തെക്കുറിച്ചുള്ള രീതികൾ തിരയുകയും അതിനുവേണ്ടി ഓൺലൈൻ വഴി തന്നെ വാങ്ങുകയും ചെയ്യുന്നത്. ആദ്യം അമ്മയെയാണ് കൊലപ്പെടുത്തുന്നത്. അമ്മയെ താൻ ചെയ്തൊരു പ്രോജക്റ്റ് കാണിക്കാൻ രണ്ടാമത്തെ നിലയിലേക്ക് വിളിച്ചു വരുത്തുന്നു. അവരെ പിന്നിലൂടെ ആക്രമിക്കുന്നു. തൊട്ട് പിന്നാലെ പിതാവിനെ കൊലപ്പെടുത്തുന്നു. ഇതേ രീതിയിൽ തന്നെയാണ് ഓരോരുത്തരെയായി കൊലപ്പെടുത്തുന്നത്. പ്രോജക്റ്റ് കാണിക്കാൻ എന്ന വ്യാജേന ഇവരെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ഇത് 5-ാം തീയതി നടക്കുന്നു. 6-ാം തീയതി ബന്ധുവായ ലളിതയെ കൊല്ലുന്നു. അങ്ങനെ ക്രൂരമായി നടത്തിയ അച്ഛനോടുള്ള പകയെ തുടർന്ന് നടത്തിയ കൂട്ടക്കുരുതി പക്ഷേ അതിനുശേഷം ഈ കൊലപാതകത്തിന് ശേഷം കേഡൽ ജീൻസൺ രാജ ഈ കേസ് വഴിതിരിച്ചുവിടാനുള്ള പല നീക്കങ്ങളും നടത്തിയിരുന്നു. തെളിവ് നശിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. പിന്നീട് ആസ്ട്രൽ പ്രൊജക്ഷൻ, അതായത് ഈ ആത്മാവിനെ ശരീരത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ദുർമന്ത്രവാദം എന്ന രീതിയിൽ ആസ്ട്രൽ പ്രൊജക്ഷൻ നടത്താൻ വേണ്ടിയാണ് കൂട്ടക്കൊലപാതകം നടത്തിയതെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ കേഡൽ ജീൻസൺ രാജ മൊഴി നൽകിയത്. പിന്നീട് തനിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ എന്തായാലും 8 വർഷത്തിന് ശേഷം പ്രതി കേഡൽ ജീൻസൺ രാജയ്ക്ക് നന്ദൻകൂട് കൂട്ടക്കൊലക്കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. പ്രതിയുടെ പ്രായം പരിഗണിക്കണമെന്ന ആവശ്യവും മാനസിക വൈകല്യങ്ങളുണ്ടെന്ന പ്രതിഭാഗത്തിന്റെ വാദങ്ങളും ഉൾപ്പെടെ ഒരുപക്ഷെ കോടതി അംഗീകരിച്ചിട്ടുണ്ടാകുമോ? വി അരുണിലേക്ക്. അരുൺ, തുടക്കം മുതൽ തന്നെ ഈ കേസിൽ പ്രതിഭാഗം വാദിച്ച കാര്യം ഈ പ്രതി കേഡൽ ജീൻസൺ രാജയ്ക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ വിചാരണ തുടങ്ങാൻ തന്നെ ഇത്രയധികം കാലതാമസം ഉണ്ടായത്. ഈ കേസിന്റെ വിധി വരുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ, അതായത് ഈ പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന പ്രതിഭാഗത്തിന്റെ വാദങ്ങളൊക്കെ ഒരുപക്ഷെ കോടതി പരിഗണിച്ച് കാണുമോ? ആദ്യം കോടതിക്കും ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. കാരണം പ്രതിയുടെ മനോനില സംബന്ധിച്ച് ആദ്യം മെഡിക്കൽ ബോർഡ് മനോനില തകരാറിലാണ് അല്ലെങ്കിൽ മനോരോഗിയാണ് അയാളെന്ന റിപ്പോർട്ട് നൽകി. എന്നാൽ പോലീസ് അതുകൊണ്ട് തൃപ്തരായില്ല. കാരണം പോലീസ് ആദ്യ ഘട്ടം മുതൽ ഇയാൾക്ക് മനോരോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നുമില്ല, ഇയാൾ ഏതെങ്കിലും തരത്തിലുള്ള ദുർമന്ത്രവാദത്തിൻ്റെയോ അല്ലെങ്കിൽ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന അത്തരം ബ്ലാക്ക് മാജിക്കുകളുടെ ഒന്നും പിടിയിലല്ല. കൃത്യമായ ലക്ഷ്യത്തോടു കൂടി നടത്തിയ പക തീർക്കാൻ നടത്തിയ ക്രൂരമായ കൊലപാതകം എന്ന നിലപാടിലായിരുന്നു അന്വേഷണ സംഘമുള്ളത്. അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ ആദ്യം അവർക്ക് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കോടതിയെ കൂടി കൃത്യമായി ബോധിപ്പിക്കാൻ അവർ കഴിഞ്ഞില്ല. കോടതിയും എല്ലാ തെളിവുകളും വരട്ടെ, മെഡിക്കൽ ബോർഡ് വീണ്ടും ചേരട്ടെ എന്ന നിലപാടെടുത്തു. അവിടെയാണ് ഈ കേസിൻ്റെ വിചാരണ ഇത്രയധികം വൈകിപ്പോയത്. എന്നാൽ ഒടുവിൽ കോടതിക്കും കാര്യങ്ങൾ ബോധ്യപ്പെടുകയായിരുന്നു. ഇയാൾ ചെയ്തത് ക്രൂരമായ കൊലപാതകം തന്നെയാണ്. ഏതെങ്കിലും തരത്തിലുള്ള മനോദൗർബല്യങ്ങളോ മാനസിക പ്രശ്നങ്ങളോ ഇയാൾക്ക് ഉണ്ടായതില്ല. പകരം അച്ഛനോടുള്ള പക അത് ഒരു ക്രൂര കൊലപാതകത്തിലേക്ക്, കൂട്ടക്കുരുതിയിലേക്ക് ഇയാളെ നയിക്കുകയായിരുന്നുവെന്ന് കോടതിക്കും ബോധ്യപ്പെട്ടു. പ്രോസിക്യൂഷൻ